ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഹാമീം. തൻസീലുൽ കിതാബി മിനല്ലാഹിൽ അസീസിൽ ഹക്കീം. 26-ാമത്തെ ജുസു. ഈ ജുസു തുടങ്ങുന്നത് സൂറത്തുൽ അഹ്ഖാഫ് നിന്നാണ്. മക്കയിൽ അവതരിച്ച സൂറത്താണ്. 25 ആയത്തുകളാണുള്ളത്. 4 റുക്കുവാണ് ഈ സൂറത്തിലുള്ളത്. അഹ്ഖാഫ് എന്ന വാക്കിൻ്റെ അർത്ഥം മണൽ കൂമ്പാരങ്ങളെന്നാണ്. ഈ സൂറത്തിൽ ആദ് ഗോത്രത്തെക്കുറിച്ച് പറയുന്നുണ്ട്. അപ്പോൾ അവരുടെ പ്രദേശത്ത് ഒരുപാട് മണൽ കൂമ്പാരങ്ങൾ ഉള്ളത് കൊണ്ടാണ് ഈ സൂറത്തിന് ആ പ്രദേശം മണൽ കൂമ്പാരങ്ങളുള്ള പ്രദേശത്തെ സൂചിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ സൂറത്തിന് അഹ്ഖാഫ് എന്ന പേര് വന്നിരിക്കുന്നത്. സൂറത്തിൻ്റെ തുടക്കം തന്നെ നമ്മൾ നേരത്തെ ഈ ഹാമീം തൊട്ട് തുടങ്ങുന്ന സൂറത്തുകളുടെ വിഷയങ്ങൾ നമ്മൾ പറഞ്ഞു വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പരിശുദ്ധ ഖുർആൻ്റെ അവതരണവുമായി ബന്ധപ്പെട്ട കാര്യമാണ് തുടങ്ങുന്നത്. അതിനുശേഷം ആകാശഭൂമികളെ അള്ളാഹു സൃഷ്ടിച്ചത് വെറുതെ അല്ല, മറിച്ച് അതൊരു യാഥാർത്ഥ്യത്തിൻ്റെ പിറകിലാണ്. അതൊരു യാഥാർത്ഥ്യത്തിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ടാണ് അള്ളാഹു അതിനെല്ലാം സൃഷ്ടിച്ചത്, വെറുതെ അല്ല എന്ന് സമർത്ഥിക്കുന്നു. പിന്നെ മുശ്രിക്കീങ്ങളോട് അവർ ഈ കാട്ടിക്കൂട്ടുന്ന അവരുടെ ശിർക്ക്, അവർ ചെയ്യുന്ന ബഹുദൈവ വിശ്വാസം, ഇതിനെന്ത് തെളിവാണുള്ളതെന്ന് പരിശുദ്ധ ഖുർആൻ ചോദിക്കുകയാണ്. ഇപ്പോൾ തെളിവെന്ന് പറയാൻ 2 രീതിയിൽ. ഒന്ന്, ബുദ്ധി കൊണ്ട് ചിന്തിച്ച് ഒരാളൊരു തെളിവ് കണ്ടെത്തുക. അങ്ങനെ എന്തെങ്കിലും തെളിവ് നിങ്ങൾക്കുണ്ടോ? നിങ്ങളുടെ ബുദ്ധി കൊണ്ട് നിങ്ങൾക്കത് തെളിയിക്കാൻ കഴിയുമോ? രണ്ടാമത്തെ, പ്രമാണങ്ങളുടെ വെളിച്ചത്തിലൂടെ ഒരു കാര്യത്തെ കണ്ടെത്തുക. അപ്പോൾ പ്രമാണങ്ങളിലൂടെ നിങ്ങൾക്കതിന് തെളിവ് കൊണ്ടുവരാൻ കഴിയും. കൃത്യമായി ഏതെങ്കിലും പ്രവാചകന്മാർ അല്ലെങ്കിൽ നിങ്ങൾ തന്നെ പറയുന്ന ഇബ്രാഹിം നബി അലൈഹി സ്വലാം, നിങ്ങളുടെ ഇബ്രാഹിം നബിയുടെ പരമ്പരയിലുള്ളവരാണെന്ന് അവകാശപ്പെടുമ്പോൾ ആ ഇബ്രാഹിം നബിയുടെ വാക്കുകൾ കൃത്യമായ ശൃംഖല സഹിതം, തെളിവ് സഹിതം നിങ്ങളുടെ മുന്നിൽ കൊണ്ടുവരാൻ കഴിയുമോ ഈ ബഹുദൈവ വിശ്വാസത്തിന് എന്ന് കൃത്യമായി അവരോട് ചോദിക്കുകയാണ്. ശേഷം ഇതിൻ്റെ 6-ാമത്തെ ആയത്തിൽ മുശ്രിക്കീങ്ങളെ സംബന്ധിച്ച് പറയുന്നുണ്ട്. മുശ്രിക്കീങ്ങളെ സംബന്ധിച്ച് അവർ ഇബാദത്ത് ചെയ്തിരുന്ന അവരുടെ ആ വിഗ്രഹങ്ങൾ എല്ലാം വന്ന് നാളെ പറയും, ഇവരൊന്നും ഞങ്ങളെ ഇബാദത്ത് ചെയ്തിട്ടില്ല എന്ന്. അപ്പോൾ അത് കാരണം ഈ വിഗ്രഹങ്ങൾ ഇവർ ഇബാദത്ത് ചെയ്യുക എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഒന്നുകിൽ ഏതെങ്കിലും പ്രവാചകന്മാരും ഔലിയാക്കളും നല്ല ആൾക്കാരുടെ രൂപങ്ങൾ ഇവരുണ്ടാക്കിയിട്ടാണ് ഇബാദത്ത് ചെയ്തത്. അപ്പോൾ ഈ നല്ല ആൾക്കാർ നാളെ ഖിയാമത്ത് നാളിൽ വന്നിട്ട് പറയും, ഇവരൊന്നും ഞങ്ങളല്ല ഇബാദത്ത് ചെയ്ത്, ഇവരൊക്കെ ഇവരുടെ നഫ്സിൻ്റെ ഇച്ഛ അനുസരിച്ച് ജീവിച്ചതാണ്, ഇവർക്ക് തോന്നിയതുപോലെ ചെയ്തതാണെന്ന് നാളെ അവരെന്ത് ചെയ്യും, പറയും. അപ്പോൾ ആ രീതിയിൽ അങ്ങനെയുള്ള മക്കാ മുശ്രിക്കീങ്ങളെ സംബന്ധിച്ചിടത്തോളം ആ മറുപടി അവർക്ക് എന്തായിരിക്കും? കൃത്യമായിരിക്കും. കാരണം ഇവർ ഇബാദത്ത് ആരാധിച്ചത് തന്നെ ആ വലിയ വലിയ മഹാന്മാരെയാണ്. ഇതേപോലെ തന്നെ മുശ്രിക്കീങ്ങളിൽ ചിലർ മലക്കുകൾ ആരാധിച്ചിരുന്നവരുണ്ട്. അങ്ങനെയാണെങ്കിൽ ആ മലക്കുകൾ വന്ന് പറയും, ഇവർ ഞങ്ങളെ ആരാധിച്ചിട്ടൊന്നുമില്ല, ഇവരുടെ ദേഹേച്ഛകളാണ് ആരാധിച്ചത് എന്ന് പറയും. പിന്നെ ചിലരെ ബഹുമാനപ്പെട്ട ഷാ വലിയുല്ലാഹി ദഹ്ലവി പറയുന്നുണ്ട്, മുശ്രിക്കീങ്ങളിൽ ചിലരാണെങ്കിൽ ഈ വിഗ്രഹങ്ങൾ തന്നെ ദൈവമാണെന്ന് വിശ്വസിച്ചവരുമുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവരാണെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ആ വിഗ്രഹങ്ങളെ കൊണ്ട് തന്നെ പറയിപ്പിക്കും. അത് പിന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാ വസ്തുക്കളെയും സംസാരിപ്പിക്കുന്നത് പോലെ ഈ വിഗ്രഹങ്ങളെ നാളെ ആഖിറത്തിൽ അള്ളാഹു എന്ത് ചെയ്യും? കൊണ്ടുവരും, എന്നിട്ട് സംസാരിപ്പിക്കും. എന്നിട്ട് നിങ്ങൾ ആരാധിച്ചിരുന്നോ എന്ന് ചോദിക്കും. അപ്പോൾ ചുരുക്കത്തിൽ എല്ലാ അർത്ഥത്തിലും അവരുടെ ആ ബഹുദൈവ വിശ്വാസത്തെ പൂർണ്ണമായും ഖണ്ഡിക്കുകയാണ്. നാളെ ആഖിറത്തിൽ അവർക്ക് അതിന് ഒരു തെളിവ് പോലും കൊണ്ടുവരാൻ കഴിയില്ല. ബുദ്ധിപരമായിട്ടുമില്ല, അതേപോലെ തന്നെ പ്രമാണങ്ങളുടെ അടിസ്ഥാനത്തിലുമില്ല. അപ്പോൾ അത് ഏത് രീതിയിൽ നാളെ ആഖിറത്തിൽ നിങ്ങൾ അള്ളാഹിൻ്റെ മുന്നിൽ പോയി നിൽക്കും എന്നാണ് ഈ സൂറത്തിൻ്റെ തുടക്ക ഭാഗങ്ങളിൽ ചോദിക്കുന്നത്. ശേഷം നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നുബുവത്തിൻ്റെ വിഷയത്തിൽ, തങ്ങളുടെ റിസാലത്തിൻ്റെ വിഷയത്തിൽ ഇവർ ഉന്നയിച്ചിരുന്ന സംശയങ്ങൾക്കുള്ള മറുപടിയാണ്. ആദ്യം നമ്മൾ ഷിർക്കിനെതിരെയായിരുന്നു, രണ്ടാമത് നബി തങ്ങളുടെ റിസാലത്തിനെതിരെ അവർ ഉന്നയിച്ചിരുന്ന മറുപടി. അപ്പോൾ അതിൽ കൃത്യമായി പറയുന്നു, ഞാനൊരു പുതിയ പ്രവാചകനൊന്നുമല്ലല്ലോ, മാ കുന്തു ബിദ്അൻ, ഞാനൊരു പുതിയ ആളല്ല, എനിക്ക് മുമ്പ് ഒരുപാട് പ്രവാചകന്മാർ വന്നിട്ടുണ്ട്. അപ്പോൾ പ്രവാചകന്മാർ വരുന്നത് എന്തിനാണ് നിങ്ങൾ ഇത്ര അത്ഭുതമായി കാണുന്നത്? ഒരിക്കലും സംഭവിക്കാൻ പറ്റാത്ത ഒരു അസംഭവ്യമായി നിങ്ങളതിനെ കാണുന്നത് എന്തിനാണ്? അതെന്തായാലും ഞാനൊരു പുതിയ പ്രവാചകനല്ല, മറിച്ച് ഇതിനു മുമ്പും ഒരുപാട് പ്രവാചകന്മാർ എന്ത് ചെയ്തിട്ടുണ്ട്? വന്നിട്ടുണ്ട് എന്നുള്ള കാര്യം. പിന്നെ മക്കാ മുശ്രിക്കുകളോട് പ്രത്യേകം ഉണർത്തുകയാണ്, നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നിരിക്കുന്നത് തന്നെ നിങ്ങളിൽ നിന്നാണ്, നിങ്ങളുടെ കുടുംബത്തിൽ നിന്നാണ് വന്നിരിക്കുന്നത്. ഇസ്മായിലി പരമ്പരയിലാണ് നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നിരിക്കുന്നത്. നിങ്ങളൊന്ന് ഓർത്തു നോക്കിക്കേ, നിങ്ങളിത് അംഗീകരിക്കുന്നില്ല. പക്ഷേ ഇനി അടുത്ത ഒരു സമുദായം വന്നിട്ട് അവരിലെ 1-2 പേര് ഇത് ഏറ്റെടുക്കാൻ തയ്യാറാകും. ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അഹ്ലെ കിതാബാണ്, അവർ ഇസാഖ് നബിയുടെ പരമ്പരയാണ്, അവരിത് ഏറ്റെടുക്കാൻ തയ്യാറാകും. അതുകൊണ്ട് ജൂതന്മാരിൽ അബ്ദുല്ലാഹി ഇബ്നു സലാം റളിയല്ലാഹു തആല അൻഹുവിനെ പോലുള്ള സഹാബാക്കൾ മുസ്ലിമായി. അതുപോലെ തന്നെ നസാറാക്കളിലാണെങ്കിൽ
നജാഷി രാജാവ് മുസ്ലിമായി, അദീബിന് ഹാത്തി മുസ്ലിമായി. അപ്പോൾ ഇങ്ങനെയുള്ളവർ ഇത് ഏറ്റെടുക്കുമ്പോൾ നിങ്ങൾ ഇത് ഏറ്റെടുക്കാതിരുന്നാൽ പിന്നെ നിങ്ങളുടെ അവസ്ഥ എന്തായിരിക്കും എന്നൊരു അത്ഭുതം ഇവിടെ എന്ത് ചെയ്യാണ്, അത്ഭുതത്തോടെ അള്ളാഹു സുബ്ഹാനഹു വ തആല അവരോട് ചോദിക്കുകയാണ്. ശേഷം അള്ളാഹു സുബ്ഹാനഹു വ തആല മാതാപിതാക്കളോടുള്ള കടമ കൃത്യമായി വിവരിക്കുന്നു. മാതാപിതാക്കൾ ഇവിടെ കൂടുതലും മുഅ്മിനായ മാതാപിതാക്കൾ തങ്ങളുടെ മക്കൾ മുസ്ലിം അല്ലാത്തതിൻ്റെ പേരിൽ അവരെ ഈമാനിലേക്ക് ദഅവത്ത് ചെയ്യുമ്പോൾ അവരത് സ്വീകരിക്കുന്നില്ല. മറ്റേത് നമ്മൾ നേരത്തെ സംസാരിച്ചതാണ്, നേരെ തിരിച്ചു വരുന്ന രൂപം. അപ്പോൾ മാതാപിതാക്കൾ ഹക്കിലേക്ക് ദഅവത്ത് ചെയ്യുമ്പോഴും അവരെ എന്ത് ചെയ്യാണ്, മോശം തരം പറയുകയാണ്, അവരെ ആട്ടുകയാണ്. ഈ രീതിയിൽ മാതാപിതാക്കളോട് പെരുമാറ്റം, മക്ക മുശ്രിക്കീങ്ങളുടെ പെരുമാറ്റം വളരെ മോശമാകുന്ന സാഹചര്യം ഉണ്ടാകുന്നു. അപ്പോൾ മാതാപിതാക്കളോടുള്ള കടമ അല്ലാഹു സുബ്ഹാനഹു വ തആല ഓർമ്മപ്പെടുത്തുന്നു. അതിനുശേഷം കാഫിരീങ്ങളെ നാളെ നരകത്തിൻ്റെ മുന്നിൽ കൊണ്ടുവന്ന് നിർത്തുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ ആ സാഹചര്യത്തെക്കുറിച്ചും അല്ലാഹു സുബ്ഹാനഹു വ തആല ആ നരകത്തിൻ്റെ ശിക്ഷ നേരിട്ട് കാണുമ്പോൾ ഇന്ന് വാദിച്ചിരുന്ന ആ വാദമെല്ലാം പൊളിയുകയാണ്. ഇന്ന് അവർ തെളിവായി കൊണ്ടുവന്നത് മുഴുവനും അവിടെ പൊളിഞ്ഞു വീഴുകയാണ്. അവരതെല്ലാം കണ്ട് ബോധ്യപ്പെടുകയാണ്. അപ്പോൾ അവരുടെ മുമ്പിൽ നിരാശയല്ലാതെ അവർക്ക് വേറെ ഒന്നും ഇല്ല എന്ന് പറയുന്നു. പിന്നെ ആദ് ഗോത്രത്തെ ഓർമ്മപ്പെടുത്തുന്നു. അവരെത്ര വലിയ ശക്തരായിരുന്നു, പക്ഷേ എന്ത് ചെയ്യാനാണ്, അവരല്ലാഹുവിനെ ധിക്കരിച്ചു. അപ്പോൾ ഇത് യമനിലെ ഒരു പ്രത്യേക സ്ഥലത്തുള്ളൊരു ഗ്രൂപ്പാണ് ആദ് ഗോത്രക്കാർ. അപ്പം ഇവർ താമസിച്ചിരുന്ന ഭാഗത്ത് ഈ പറയപ്പെട്ട മണൽ കൂമ്പാരങ്ങളുണ്ട്. അപ്പോൾ ആ മണൽ കൂമ്പാരങ്ങളുള്ള സ്ഥലമാണ്. അതുകൊണ്ടാണ് ഇതിന് അഹ്കാഫ് എന്ന്, അഹ്കാഫ് എന്ന് പറഞ്ഞ മണൽക്കൂമ്പാരം എന്നാണ്. അപ്പോൾ അത് വെച്ചാണ് ഈ സൂറത്തുൽ അഹ്കാഫ് എന്ന പേര് പറഞ്ഞത്. അപ്പം അവരെ അല്ലാഹു സുബ്ഹാനഹു വ തആല എന്ത് ചെയ്തു, കാറ്റുകൊണ്ട് നശിപ്പിച്ചു കളഞ്ഞു. ശക്തമായ കാറ്റുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ നശിപ്പിച്ചു. പിന്നെ അതിനുശേഷം ജിന്നുകളുടെ സംഭവം പറയുന്നുണ്ട്. നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഏതുപോലെ മനുഷ്യരിൽ അയക്കപ്പെട്ട പ്രവാചകരാണോ അതുപോലെ തന്നെ ജിന്നുകളിലേക്കും അയക്കപ്പെട്ട പ്രവാചകരാണ്. അപ്പം ജിന്നുകൾക്കും നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ റിസാലത്ത് അംഗീകരിച്ചാൽ മാത്രമേ വിജയിക്കാൻ കഴിയൂ, ഇല്ലെങ്കിൽ അവരും പരാജയപ്പെട്ടു പോകും. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കുണ്ടായ ഒന്നിൽ കൂടുതൽ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിലൊരു സംഭവം ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട്. നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തായിഫിലെ ദഅവത്ത് കഴിഞ്ഞു. അവിടെ ദഅവത്തിൽ ആരും സ്വീകരിക്കാൻ തയ്യാറായില്ല. നബി തങ്ങളെ ഉപദ്രവിച്ചു. അങ്ങനെ ആ വിഷമത്തിൽ നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം മടങ്ങി വരുന്ന സമയത്ത് നഹ്ല എന്ന് പറയുന്ന ഒരു പ്രദേശത്തെത്തി. അവിടെ നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം സുബ്ഹി നമസ്കരിക്കുമ്പോൾ നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പാരായണം ഈ ജിന്നുകളുടെ സംഘങ്ങൾ പോകുന്നവർ കേൾക്കുകയാണ്. അപ്പോൾ അവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നിശബ്ദമാകാൻ പറയുകയും ഈ പാരായണം ശ്രദ്ധിച്ച് കേൾക്കുകയും തങ്ങളുടെ അടുക്കൽ വരികയും പരിശുദ്ധ ദീൻ സ്വീകരിക്കുകയും പിന്നെ അവരുടെ മറ്റുള്ള ആൾക്കാരുടെ അടുക്കലേക്ക് പോകുന്ന സംഭവം ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട്. സൂറത്തുൽ ജിന്നിൽ ഇതിൻ്റെ ഈ പൂർണ്ണ സംഭവം തന്നെ സൂറത്തുൽ ജിന്നിൽ വരുന്നുണ്ട്. സൂറത്തു മുഹമ്മദ് ഇത് തങ്ങളുടെ മദീന ജീവിതത്തിൽ അവതരിച്ച സൂറത്താണ്. 38 ആയത്തും 4 റുക്കുവുമാണുള്ളത്. ഇതിലെ 2ാമത്തെ ആയത്തിൽ നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരെടുത്ത് പറയുന്നുണ്ട്. 4 സ്ഥലത്താണ് നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേര് പരിശുദ്ധ ഖുർആനിൽ വന്നിരിക്കുന്നത്. ഒന്ന് ആൽ ഇംറാനിൽ, പിന്നെ അഹ്സാബിൽ, പിന്നെ മുഹമ്മദിൽ, പിന്നെ ഫതഹിൽ. ഈ സൂറത്തിന് സൂറത്തുൽ ഖിതാൽ എന്നും പേരുണ്ട്. കാരണം യുദ്ധവുമായി ബന്ധപ്പെട്ട നിയമങ്ങളാണ് ഈ സൂറത്തിൽ എന്ത് ചെയ്യുന്നത്, പരാമർശിക്കുന്നത്. അപ്പോൾ ഇത് മുഫസ്സിരീങ്ങളുടെ അഭിപ്രായം അനുസരിച്ച് ബദറിന് ശേഷമാണ് ഈ സൂറത്ത് എന്ത് ചെയ്തേക്കുന്നത്, ഇറങ്ങിയിരിക്കുന്നത്. അപ്പോൾ ശത്രുക്കൾ ഇസ്ലാമിനെതിരെ പല രീതിയിലും ഉപദ്രവം അഴിച്ചു വിടുകയും എല്ലാ അർത്ഥത്തിലും മുസ്ലിമീങ്ങൾക്കെതിരെ യുദ്ധത്തിന് വേണ്ടി തയ്യാറാകുന്ന ഒരു കാലഘട്ടമായിരുന്നു അത്. പ്രത്യേകിച്ച് ഹിജ്റ 2 മുതൽ 6-7 കാലഘട്ടം വരെ ശത്രുക്കൾ എല്ലാ അർത്ഥത്തിലും മുസ്ലിമീങ്ങളെ തകർക്കാൻ വേണ്ടി പടയൊരുങ്ങുന്ന ഒരു സാഹചര്യമാണ്. അപ്പം യുദ്ധവുമായി ബന്ധപ്പെട്ട നിയമങ്ങൾ, യുദ്ധത്തിൽ സ്വീകരിക്കേണ്ട നിയമങ്ങളാണ് ഈ സൂറത്തിലുള്ളത്. അതുപോലെ തന്നെ യുദ്ധത്തിൽ നിന്ന് പിന്തിരിഞ്ഞു പോകുന്ന മുനാഫിക്കീങ്ങളെക്കുറിച്ച് മദീനയിൽ ഒരുപാട് പേര് അങ്ങനെയുണ്ടായിരുന്നു. അതായത് ഇസ്ലാമിലേക്ക് വരാതെ ബാഹ്യമായി മുസ്ലിമാണെന്ന് കാണിക്കുന്നു, മുസ്ലിമായി അഭിനയിക്കുന്നു. അപ്പം എന്തെങ്കിലുമൊക്കെ മുസ്ലിമീങ്ങൾക്ക് ഉപകാരങ്ങളൊക്കെ കിട്ടുവാണെങ്കിൽ അത് പറ്റും. എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുകൾ വന്നു കഴിഞ്ഞാൽ പതുക്കെ മാറിപ്പോകും. എങ്ങനെയെങ്കിലും അതിൽ പങ്കെടുക്കാതിരിക്കും. അവർ പൊതുവേ യുദ്ധങ്ങളിലൊന്നും പങ്കെടുക്കാറില്ല. അപ്പോൾ അവരെ തുറന്ന് കാണിക്കുകയാണ്. അവർക്കെതിരെ വന്ന വഈദുകൾ, മുനാഫിക്കീങ്ങളുടെ സ്വഭാവത്തെ ഈ സൂറത്തിൽ തുറന്ന് കാണിക്കുന്നുണ്ട്. ഇപ്പോൾ നേരത്തെ നമ്മൾ ബദറിൻ്റെ യുദ്ധത്തിൽ വന്ന ഒരു സംഭവം നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. നേരത്തെ സൂറത്തുൽ അൻഫാലിൽ
ബദർ യുദ്ധവുമായി ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞിരുന്നു. അപ്പോൾ അതിൽ തടവിൽ പിടിക്കപ്പെട്ടവരുടെ വിഷയത്തിൽ സഹാബാക്കളിൽ നബി തങ്ങൾ മശ്വറ നടത്തുകയും അവർക്ക് നിന്ന് ഫിദിയ വാങ്ങിച്ചു, മോചനദ്രവ്യം വാങ്ങിച്ച് അവരെ വിട്ടയക്കാനുള്ള ഒരു അഭിപ്രായം കൂടുതൽ സഹാബാക്കളുടെ ഭാഗത്ത് നിന്ന് വരികയും നബി തങ്ങൾ അതനുസരിച്ച് തീരുമാനമെടുക്കുകയും ചെയ്തിരുന്നു. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ വിഷയത്തിൽ ആ സന്ദർഭത്തിൽ ആയത്തിറക്കിയിരുന്നു, ചെയ്ത നടപടി ശരിയായില്ല, എന്നാലും അള്ളാഹുവിൻ്റെ തീരുമാനം നിങ്ങൾക്ക് മാപ്പ് തന്നിരിക്കുന്നു, എന്നാലും ഈ ഭാഗം ഈ സ്ഥലത്ത് ഈ ചെയ്ത നടപടി ശരിയായില്ല എന്നൊരു ഉണർത്തൽ വന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇത് ചെയ്യാൻ പാടില്ലാത്തതാണ് എന്നൊരു തെറ്റിദ്ധാരണ ഉണ്ടാകാം. അപ്പം ഇത് ചെയ്യാൻ പാടില്ലാത്തതല്ല എന്ന തെറ്റിദ്ധാരണയെ ഈ പരിശുദ്ധമായ ഈ സൂറത്ത് എന്ത് ചെയ്യുന്നു, എടുത്തു കളയുകയാണ്. എങ്ങനെയാണ് ചെയ്യേണ്ടത്, എപ്പോഴാണ് ഇത് ചെയ്യേണ്ടത് എന്നുള്ളതാണ് ഇവിടുത്തെ വിഷയം. അപ്പം സാധാരണ രീതിയിൽ കാഫിര്യങ്ങളുമായിട്ട് യുദ്ധം നടക്കുമ്പോൾ, ഇത് യുദ്ധവുമായി ബന്ധപ്പെട്ട നിയമങ്ങളാണ് ഇവിടെ പറയുന്നത്. യുദ്ധം നടക്കുമ്പോഴാണ് ഈ നിയമങ്ങളെല്ലാം ഉള്ളത്. പലരും പരിശുദ്ധ ഖുർആനകത്ത് തീവ്രവാദമാണ്, അല്ലെങ്കിൽ ഖുർആൻ ഭയങ്കര തീവ്രതയുള്ള ഗ്രന്ഥമാണ്, കാഫിര്യങ്ങളെ കണ്ടാൽ കൊന്നുകളയാൻ പറയുന്ന കിതാബാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വിമർശിക്കുന്ന ഈ ഖുർആൻ്റെ ഈ ആയത്തുകൾ എടുത്തിട്ടാണ്. ഇത് കൃത്യമായി ഒരു ആയത്ത് ഫുള്ള് ഓതിക്കഴിഞ്ഞാൽ തന്നെ എല്ലാ സംശയവും തീരും. ആയത്ത് ഫുള്ള് ഓതാതെ ഒരു ഭാഗം മാത്രം എടുക്കും. അപ്പോൾ ഈ ആയത്തിൽ കൃത്യമായി പറയുന്നുണ്ട് യുദ്ധത്തിനിടയിൽ, അതുപോലെ തന്നെ യുദ്ധം തീർന്നു കഴിഞ്ഞാൽ പിന്നെ ഈ നിയമം ഇല്ല എന്നും കൃത്യമായ ആയത്തിൽ നമുക്ക് കാണാൻ കഴിയും. അപ്പം തുടക്കം പറയുന്നത്, നിങ്ങൾ കാഫിര്യങ്ങളുമായിട്ടുള്ള യുദ്ധം നടക്കുന്ന സമയത്ത് യുദ്ധത്തിൽ നിങ്ങൾ വിജയിക്കുകയും നിങ്ങൾക്ക് അവിടെയുള്ള സൈന്യത്തിന് പൂർണ്ണമായി മേധാവിത്വം നിങ്ങൾക്കുണ്ടാകുകയും ചെയ്തു കഴിഞ്ഞാൽ, അതായത് പൂർണ്ണമായിട്ടും അവരുടെ ശക്തി ക്ഷയിച്ചു, ഇനി നമുക്കെതിരെ അവർ എന്ത് ചെയ്യില്ല, അക്രമത്തിന് വരില്ല, ഈ ഒരു സാഹചര്യം വന്നു കഴിഞ്ഞു, ആ രീതിയിൽ നിങ്ങൾ അവരെ പരാജയപ്പെടുത്തുകയും അവരിൽ പൂർണ്ണ ആധിപത്യം നിങ്ങൾ നേടിയെടുക്കുകയും ചെയ്തു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് 4 ഓപ്ഷനാണുള്ളത്. ഈ ശത്രു സൈന്യത്തിനോട് ഏതെങ്കിലും ഒരു രൂപത്തിൽ നിങ്ങൾക്ക് ഈ 4-ൽ ഏതെങ്കിലും ഒന്ന് ചെയ്താൽ മതിയാവും. അപ്പോൾ അത് എന്താണ് എന്നുള്ളത്, അത് എന്ത് ചെയ്യാമെന്ന് നിങ്ങളുടെ അമീറിന് തീരുമാനിക്കാം. അവരുടെ വിഷയത്തിൽ ഈ 4-ൽ എന്ത് ചെയ്യണം എന്നുള്ള കാര്യം നിങ്ങളുടെ അമീറിന് തീരുമാനിക്കാം. അപ്പോൾ അതിൽ ഒന്നാമത്തെ കാര്യമാണ് ഇമ്മ മന്നം ബാദു, ഒന്നുകിൽ അവരെ വെറുതെ വിട്ടേക്കുക. കാരണം ഇനി അവരെ കൊണ്ട് ഒന്നും ചെയ്യാൻ കഴിയില്ല, നമുക്കെതിരെ ഒന്നും ചെയ്യാൻ കഴിയില്ല. കാരണം നമ്മൾ അവരുടെ ഫുള്ള് എല്ലാം തകർത്ത് കളഞ്ഞു, അവരുടെ ശക്തി മുഴുവനും ക്ഷയിച്ചു കഴിഞ്ഞു. അവരെ നമ്മൾക്കിനി വെറുതെ ഒരു മനുഷ്യരായിട്ട് ജീവിക്കുമെന്നല്ലാതെ ഇനി നമ്മൾക്കെതിരെ ഒരു പടയൊരുക്കത്തിനും സാധ്യതയില്ല നമുക്ക് ബോധ്യപ്പെട്ടു. ആ രീതിയിൽ അവരെ നമ്മൾ തകർത്ത് കളഞ്ഞെങ്കിൽ ഇനി നമുക്ക് അവരെ വെറുതെ വിടാം. അതല്ലെങ്കിൽ ഫിദ വാങ്ങിച്ച്, അതായത് മോചനദ്രവ്യം വാങ്ങിച്ചിട്ട് എന്ത് ചെയ്യാം, അവരെ വിടാം. മോചനദ്രവ്യം വാങ്ങിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, വിടാം. അത് പല രൂപത്തിലുണ്ട്. അവരുമായിട്ട് വേണമെങ്കിൽ നമ്മുടെ തടവുകാർ അവരുടെ ഇടയിലുണ്ടെങ്കിൽ അവരെ വിട്ടിട്ട് നമ്മൾ എന്ത് ചെയ്യുക, അതിന് പകരം ഇവരെ വിടുക. ഈ രീതിയിൽ എന്ത് വേണമെങ്കിലും ചെയ്യാം. ഇനി അതല്ല, വേണമെങ്കിൽ നിങ്ങൾക്ക് അവരെ വധശിക്ഷയ്ക്ക് വിധേയമാക്കണമെങ്കിൽ അതും ചെയ്യാം. സാധാരണ യുദ്ധത്തടവുകാർക്ക് വധശിക്ഷ കൊടുക്കണം എന്ന് അമീറിന് തീരുമാനമുണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. ഇനി 4-മത്തെ ഒരു ഓപ്ഷൻ ഉണ്ട്, സാധാരണ രീതിയിൽ അടിമകളാക്കുന്ന രൂപം. അതായത് ഇവരെ വധിക്കുന്നതിനേക്കാളും നല്ലത് ഇവരിൽ നിന്ന് നമുക്ക് എന്തെങ്കിലുമൊക്കെ ബെനിഫിറ്റുകൾ എടുക്കാം, അങ്ങനെയാണെങ്കിൽ നമ്മളോടൊപ്പം ഇവർ നിന്നുകൊള്ളും എന്ന് പറഞ്ഞ് ഇവരെ അടിമകളാക്കുന്ന രൂപം. അപ്പോൾ ഈ അടിമകളാക്കുമ്പോൾ പിന്നെ അടിമകളോടുള്ള എല്ലാ നിയമങ്ങളും കൃത്യമായി ഖുർആനും പരിശുദ്ധ ഹദീസുകളും പറയുന്ന എല്ലാ അവകാശങ്ങളും അടിമയ്ക്ക് നമ്മൾ കൊടുക്കണം. അപ്പോൾ ഇവരെ അടിമകളായിട്ട് എന്ത് ചെയ്യാൻ ഉപയോഗിക്കാം. ഇപ്പോൾ ഖുർആൻ അവതരിക്കുന്ന സന്ദർഭത്തിൽ ബാക്കിയുള്ള എല്ലാ പട്ടാളത്തിലുമുള്ള നിയമമായിരുന്നു ഇത്. അവരാരും ഫ്രീ ആയിട്ട് വിടൂല. അവർ പിടിക്കപ്പെടുന്ന ആൾക്കാരെ ഒന്നുകിൽ വധശിക്ഷയ്ക്ക് വിധേയമാക്കും, അല്ലെങ്കിൽ അടിമയാക്കും. പക്ഷേ ഖുർആനാണ് പറഞ്ഞത് അവരെ നിങ്ങൾക്ക് വേണമെങ്കിൽ വെറുതെ വിട്ടേക്കാം, അല്ലെങ്കിൽ മോചനദ്രവ്യം മേടിച്ചിട്ട് വിട്ടേക്കാമെന്ന്. പിന്നെ ഈ 2 ഓപ്ഷൻ പഴയതുള്ളത് തന്നെ അങ്ങനെയും നിലനിർത്തി. അപ്പോൾ അതിലൊന്നാണ് അടിമ. ഇപ്പോൾ ഒരു സമൂഹം മുഴുവനും ചെയ്തുകൊണ്ടിരിക്കുമ്പം മുസ്ലിമീങ്ങളെ യുദ്ധത്തിൽ പിടിച്ചു കഴിഞ്ഞാൽ മുസ്ലിമീങ്ങളെ അടിമയാക്കുന്നു. പക്ഷേ എന്താക്കുന്നില്ല, കാഫിര്യങ്ങൾ നമ്മൾ പിടിച്ചു കഴിഞ്ഞാൽ അടിമയാക്കാതിരുന്നാൽ അത് ശരിയാകില്ല. അങ്ങനെ ഒരു സാഹചര്യം വന്നാൽ നമുക്ക് എന്ത് ചെയ്യാം, അടിമയാക്കാം. എന്നാൽ ഏതെങ്കിലും ശത്രു രാജ്യവുമായിട്ട് നമുക്ക് കരാറുണ്ട്, ഞങ്ങൾ നിങ്ങളുടെ യുദ്ധത്തടവുകാരെ അടിമയാക്കില്ല എന്ന് കരാറുണ്ടെങ്കിൽ ഒരു കാരണവശാലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂല, അടിമയാക്കാൻ പറ്റൂല. ഇന്ന് അന്താരാഷ്ട്ര നിയമങ്ങളനുസരിച്ച്
യുദ്ധത്തടവുകാരെ അടിമയാക്കാൻ കരാറില്ല എന്നുണ്ട്. അപ്പോൾ ഈ നിയമത്തിൽ ആരെല്ലാം ഒപ്പുവെച്ചിട്ടുണ്ടോ അങ്ങനെയുള്ള രാജ്യക്കാർക്ക് ആർക്കും അവരെ അടിമയാക്കാൻ പറ്റില്ല. അതൊരു ഇസ്ലാമിക രാജ്യം ഒപ്പുവെച്ചാൽ പിന്നെ ഇസ്ലാമിക രാജ്യത്തിനും അവരെ അടിമയാക്കാൻ പറ്റില്ല, കരാറുകൾ പൂർത്തിയാക്കണം. അപ്പം ഇങ്ങനെയുള്ള 4 ഓപ്ഷനുകൾ പരിശുദ്ധ ഖുർആൻ ഇവിടെ പറയുന്നുണ്ട്. ഇത് ചെയ്യണമെന്നല്ല, ഇതിലേതെങ്കിലും ഓപ്ഷൻ നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാവുന്നതാണ്. അത് ആ യുദ്ധത്തിലെ അവിടുത്തെ അമീറിന് എന്ത് ചെയ്തിരിക്കുകയാണ്, വിട്ടുകൊടുത്തിരിക്കുകയാണ്. അതാണ് ഈ സൂറത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. അതിനുശേഷം മുശ്രിക്കീങ്ങളോട് പറയുകയാണ്, നിങ്ങളെക്കാൾ എത്രയോ വലിയ വലിയ നാട്ടുകാർ, എത്രയോ വലിയ ശക്തന്മാരുണ്ടായിരുന്നു, അവരെല്ലാം അള്ളാഹു സുബ്ഹാനഹു വ തആല നശിപ്പിച്ച് കളഞ്ഞില്ലേ? നിങ്ങൾ എന്തിനാണ് ഈ അള്ളാഹുവിൻ്റെ മുന്നിൽ അഹങ്കരിക്കുന്നത്? പരിശുദ്ധ ദീനിലേക്ക് വരിക എന്നുള്ളത്. പിന്നെ മുത്തഖീങ്ങൾക്ക് അള്ളാഹു ഒരുക്കി വെച്ചിരിക്കുന്ന അനുഗ്രഹങ്ങൾ, സ്വർഗം, അതിനെക്കുറിച്ചും പരാമർശിക്കുന്നുണ്ട്. പിന്നെ മുനാഫിക്കീങ്ങളുടെ വിഷയം പറയും, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ചെലവഴിക്കുന്നതിൻ്റെ പ്രയോജനവും അവർ ചെലവഴിക്കാതെ പുറകോട്ട് പോകുന്നു മുനാഫിക്കീങ്ങൾ. അപ്പം നിങ്ങളിപ്പോൾ ചെലവഴിക്കണം, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യാൻ നിങ്ങൾ തയ്യാറാകണം. ഇനി അതിന് നിങ്ങൾ തയ്യാറല്ല എങ്കിൽ നിങ്ങളോട് പറയുകയാണ്, അള്ളാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് നിങ്ങളുടെ ആവശ്യമില്ല, അള്ളാഹ് വേറൊരു സമുദായത്തെ കൊണ്ടുവരും. അപ്പോൾ എല്ലാ വിഷയത്തിലും നമ്മളത് മനസ്സിലാക്കേണ്ടതാണ്. അള്ളാഹുവിൻ്റെ ദീനിന് ഖിദ്മത്ത് ചെയ്യാൻ നമ്മൾ ഒരിക്കലും അള്ളാഹുവിന് ആവശ്യമില്ല, നമ്മളെ അള്ളാഹുവിന് ആവശ്യമില്ല. അത് നമ്മുടെ ആവശ്യമാണ്, അവൻ്റെ ദീനിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യാൻ, ഖിദ്മത്ത് ചെയ്യുക. ഇനി നമ്മളത് ചെയ്യുന്നില്ല എങ്കിൽ അള്ളാഹു പകരം വേറെ ഒരു കൗമിനെ കൊണ്ടുവരും. ചരിത്രകാരന്മാരും മുഫസ്സിരീങ്ങളൊക്കെ പറയുന്നുണ്ട്, ഒരുപാട് കാലഘട്ടത്തിൽ ഇത് അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മുന്നിൽ കാണിച്ചു തന്നിട്ടുണ്ട്. നമുക്കറിയാം, അറബികൾ ഒരു കാലഘട്ടം വന്നതോടുകൂടെ പരിശുദ്ധ ദീനിന് വേണ്ടി ചെയ്യാൻ ഒന്നും തന്നെ അവർ തയ്യാറാകാതെ വന്നപ്പോൾ അവരിൽ നിന്ന് അധികാരത്തെ അള്ളാഹു എടുത്തു കളഞ്ഞു, അനറബികളുടെ കയ്യിൽ കൊടുത്തു. തുർക്കികളുടെ കയ്യിൽ ഇസ്ലാമിൻ്റെ ഖിലാഫത്ത് അള്ളാഹു കൊടുത്തു. അവരുടെ തുടക്കം അവരാരും മുസ്ലിം ആയിരുന്നില്ല, പരിശുദ്ധ ദീൻ അവർക്ക് കിട്ടി, ആ ദീനിലൂടെ അവർ വന്നു. പിന്നെ അവർ ഖിലാഫത്ത് തന്നെ അവരുടെ കയ്യിലേക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല കൊടുത്തു. അപ്പം അള്ളാഹു അവൻ ഇഷ്ടമുള്ള ആളെ അവൻ കൊണ്ടുവരും അവൻ്റെ ദീനിന് വേണ്ടി. അവർ നമ്മളെപ്പോലെ ആയിരിക്കില്ല, പിന്നെ മടിയന്മാരാവില്ല എന്നുള്ള വിഷയമാണ് ഈ സൂറത്തിൻ്റെ ഏറ്റവും ലാസ്റ്റ് ഭാഗത്ത് പറയുന്നത്. സൂറത്തുൽ ഫതഹ്, ഫതഹ് എന്ന് പറഞ്ഞാൽ വിജയം എന്നാണ്. അപ്പം ഈ സൂറത്ത് ഹുദൈബിയ സന്ധിയുമായി ബന്ധപ്പെട്ട നടന്ന സംഭവങ്ങളെ വിവരിക്കുന്ന സൂറത്താണ്. ആ സമയത്ത് സഹാബാക്കൾ ചെയ്ത ത്യാഗങ്ങളും നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അനുസരിക്കുന്ന വിഷയത്തിൽ മുൻപന്തിയിൽ നിന്നതും പരിശുദ്ധ ദീനിന് വേണ്ടി മരിക്കാൻ വേണ്ടി നബി തങ്ങൾക്ക് ബയ്യാത്ത് ചെയ്തതുമായി ബന്ധപ്പെട്ട പല സംഭവങ്ങളും, ഹുദൈബിയയുമായി ബന്ധപ്പെട്ട പല സംഭവങ്ങളും ഈ സൂറത്തിലുണ്ട്. ഹുദൈബിയ മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം പ്രത്യക്ഷത്തിൽ നോക്കുമ്പോൾ ഒരു കീഴടങ്ങലായിരുന്നെങ്കിലും അതൊരു വിജയം തന്നെയായിരുന്നു. ആ വിജയമാണ് ഈ സൂറത്തുൽ ഫതഹ്. 29 ആയത്തുകളാണ് സൂറത്തിലുള്ളത്, 4 റുക്കുവാണുള്ളത്. ഇത് സംഭവം നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹിജ്റ 6-ാം വർഷം ഒരു സ്വപ്നം കാണുന്നു. നബി തങ്ങളും സഹാബാക്കളും മക്കയിൽ ചെന്ന് സുരക്ഷിതമായി ഉംറ ചെയ്ത് തിരിച്ചു വരുന്നതായിട്ട്. അപ്പം സഹാബാക്കൾ വളരെ ആവേശത്തിലാകുന്നു. 6 വർഷം കഴിഞ്ഞ് നമ്മളിതാ മക്കയിലേക്ക് തിരിച്ചു പോവുകയാണ്, അപ്പം നമ്മൾ മക്കയിൽ പോയി ഉംറ ചെയ്തിട്ട് വരും എന്ന ആവേശത്തിൽ എല്ലാവരും ഭയങ്കര തയ്യാറാകുന്നു. 1400 സഹാബാക്കൾ അടങ്ങുന്ന ഒരു ജമാഅത്തുമായി നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ നിന്ന് പുറപ്പെടുകയും ചെയ്തു. അപ്പോൾ പുറപ്പെടുകയും ചെയ്തപ്പോൾ മക്കക്കാർക്ക് വിവരം കിട്ടുന്നു, നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം വലിയൊരു ജമാഅത്തുമായിട്ട് ഇതാ മക്കയിലേക്ക് വരികയാണ്. അവരവിടെയുള്ള സൈന്യങ്ങളെല്ലാം വിളിച്ചു കൂട്ടുന്നു, മുസ്ലിമീങ്ങളോട് യുദ്ധം ചെയ്യാൻ വേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ അവിടെ ചെയ്യുന്നു. നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഈ വിവരം കിട്ടുന്നു, മക്ക മുശ്രിക്കീങ്ങൾ യുദ്ധത്തിന് വേണ്ടി തയ്യാറാകുന്നു. അപ്പോൾ നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം യാത്ര അവിടെ നിർത്തുന്നു. ആ നിർത്തുന്ന സ്ഥലത്തിന് ഹുദൈബിയ എന്ന് പറയും, ഇപ്പോഴതിന് ഷുമൈസി എന്നാണ് പറയുന്നത്. അപ്പോൾ ആ സ്ഥലത്ത് വെച്ച് നബി തങ്ങൾ നിർത്തുകയും ഉസ്മാൻ റളിയല്ലാഹു തആല മക്കയിലേക്ക് പറഞ്ഞു വിടുകയും ചെയ്യും, ഞങ്ങൾ യുദ്ധത്തിന് വന്നതല്ല, ഞങ്ങൾ പ്രശ്നത്തിന് വന്നതല്ല, ഞങ്ങൾ ഉംറ ചെയ്തിട്ട് മടങ്ങിപ്പോകാൻ വേണ്ടി വന്നതാണ് എന്ന് പറഞ്ഞു വിടും. അങ്ങനെ ബഹുമാനപ്പെട്ട ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു നേരെ മക്കയിൽ പോകുന്നു. മക്കയിൽ പോയതിനു ശേഷം ഇവിടെ സഹാബാക്കളുടെ ജമാഅത്തിൽ വിവരം കിട്ടുന്നത് ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹുവിനെ മക്കക്കാർ ഷഹീദാക്കി എന്നാണ്. അതൊരു തെറ്റായ വാർത്തയായിരുന്നു. പക്ഷേ സഹാബാക്കൾ ആകെ
പരിഭ്രാന്തരാകുന്നു. കൂടുതൽ അവരെ തകർത്ത് കളയണം, എന്ത് സംഭവിച്ചാലും യുദ്ധം ചെയ്യണമെന്നുള്ള തീരുമാനത്തിലേക്ക് സഹാബാക്കൾ വരുന്നു. നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ സമയത്ത് സഹാബാക്കളുമായിട്ട് ബയ്യത്ത് ചെയ്യുന്നു. നമ്മൾ 1400 ഉണ്ടെങ്കിൽ പോലും ഒരാൾ പോലും നമ്മൾ പിന്തിരിഞ്ഞു പോകില്ല, മരിക്കുന്നത് വരെ നമ്മൾ യുദ്ധം ചെയ്യുമെന്ന് പറഞ്ഞ് ഓരോ സഹാബാക്കളും നബി തങ്ങളുടെ കൈക്ക് പിടിച്ച് ബയ്യത്ത് ചെയ്യുകയാണ്. ഈ ബയ്യത്ത് ചെയ്ത് എല്ലാം കഴിഞ്ഞ സമയത്താണ് പിന്നെ വിവരം വരുന്നത് ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹുവിനെ ഷഹീദാക്കിയിട്ടില്ല. അങ്ങനെ നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖുസാ ഗോത്രത്തിൽപ്പെട്ട അവരുടെ ഒരു നേതാവിനെ വിളിച്ചുകൊണ്ട് നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, മക്ക മുശ്രിക്കീങ്ങളുമായിട്ട് സന്ധിയിൽ ഏർപ്പെടാൻ ഞങ്ങൾ തയ്യാറാണ്, യുദ്ധമില്ലാതെ സന്ധിയിൽ മുന്നോട്ട് പോകാം എന്ന് പറയുകയാണ്. നിങ്ങൾ വേണമെങ്കിൽ അവരുമായിട്ട് സംസാരിക്കുക എന്ന് പറയുന്നു. അപ്പോൾ അവരുമായിട്ട് അദ്ദേഹം പോയി അവിടെ പോയി സംസാരിക്കുമ്പോൾ വീണ്ടും വീണ്ടും അവിടുന്നും ഇവിടുന്നും ഓരോരുത്തർ പോകുന്നു, സംസാരം നീണ്ടുപോകുന്നു. അതിനുശേഷം ഒരു തീരുമാനത്തിൽ വരുന്നു, ശരി നമുക്ക് സന്ധിയിൽ ഏർപ്പെടാം. അങ്ങനെ 10 വർഷം നമ്മുടെ ഇടയിൽ യുദ്ധം വേണ്ട എന്നൊരു സന്ധിയിലേക്ക് ഇവർ വരികയാണ്. അതായത് 10 വർഷക്കാലം ഞങ്ങൾ നിങ്ങളെയും ആക്രമിക്കില്ല, നിങ്ങൾ ഞങ്ങളെയും ആക്രമിക്കില്ല, നമ്മൾ തമ്മിൽ ഒരു കരാറിലേക്ക് വരാം എന്ന് പറയുന്നു. പക്ഷേ ഈ കരാറിലേക്ക് വരുമ്പോൾ ഇവർ കുറേ നിബന്ധനകൾ ഇതിനകത്ത് വെക്കുന്നു നിബിധങ്ങളുമായിട്ട്. അതിലൊരു പ്രധാനപ്പെട്ട നിബന്ധനയാണ്, ഈ വർഷം നിങ്ങൾ ഉംറ ചെയ്യാൻ പറ്റില്ല, അടുത്ത വർഷം വന്ന് ഉംറ ചെയ്തിട്ട് പൊക്കോണം, ഈ വർഷം നിങ്ങൾക്ക് ഉംറ ചെയ്യാൻ കഴിയില്ല. സഹാബാക്കൾ ഇഹ്റാം കെട്ടി വന്നതാ, ഇഹ്റാമിൻ്റെ അവസ്ഥയിലാണ് അവിടെ വന്നത്. കാരണം മദീനയിൽ നിന്ന് മക്കയിലേക്ക് ഉംറയ്ക്ക് വരുമ്പോൾ ദുൽഹുലൈഫയെ വെച്ച് ഇഹ്റാം കെട്ടണം. അത് മദീനയിൽ നിന്നൊരു 15 കിലോമീറ്റർ അപ്പുറത്താണ്. അപ്പോൾ അത് കഴിഞ്ഞ് അവർ ഇവിടം വരെ വന്നിരിക്കുക ഇഹ്റാമിലാണുള്ളത്. അപ്പോൾ ഇഹ്റാമിൻ്റെ അവസ്ഥയിലുള്ള സഹാബാക്കളോട് പറയുകയാണ്, നിങ്ങൾക്ക് ഉംറ ചെയ്യാൻ കഴിയില്ല, ഉംറ തഹല്ലുലാകണം. സഹാബാക്കൾക്ക് അത് ഉൾക്കൊള്ളാൻ കഴിയാത്ത ഒന്നായിരുന്നു. അതുപോലെ തന്നെ വേറൊരു കണ്ടീഷൻ അവർ വെച്ചു, മക്കയിൽ നിന്ന് ആരെങ്കിലും ഇനി മുസ്ലിമായി മദീനയിലേക്ക് വരികയാണെങ്കിൽ അവരെ ഞങ്ങൾക്ക് തിരിച്ച് മക്കയിലേക്ക് വിടണം, നിങ്ങളവിടെ മദീനയിൽ നിർത്താൻ പറ്റില്ല. അതേസമയം മദീനയിൽ നിന്ന് ഒരാൾ മുർത്തദ്ദായി, അതായത് ഇസ്ലാം വിട്ട് മക്കയിൽ വന്നാൽ ഞങ്ങൾ അവരെ തിരിച്ചങ്ങോട്ട് വിടില്ല. ഇങ്ങനെയുള്ള നിബന്ധനകൾ, കുറേ നിബന്ധനകൾ വയ്ക്കുന്നു. ഒന്നും തന്നെ മുസ്ലിമീങ്ങൾക്ക് അനുകൂലമായിരുന്നില്ല, എല്ലാം പ്രത്യക്ഷത്തിൽ നോക്കുമ്പോൾ പ്രതികൂലമായിരുന്നു. പക്ഷേ നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എല്ലാം വകവെച്ചു കൊടുത്തു. സഹാബാക്കൾക്ക് പോലും അസ്വസ്ഥതയുണ്ടായി. പക്ഷെ തങ്ങളുടെ തീരുമാനത്തിൽ സഹാബാക്കൾ ഒറ്റ വാക്കായിരുന്നു, അതനുസരിക്കുക എന്നുള്ളതെല്ലാം അപ്പുറമില്ല. അങ്ങനെ സഹാബാക്കളെല്ലാം ഒരു തങ്ങളുടെ തീരുമാനം അനുസരിച്ചു, അവിടെ തന്നെ നിന്നു. എത്ര നമുക്ക് പ്രതികൂലമായ തീരുമാനങ്ങളാണ്, നിബന്ധനകളാണെങ്കിൽ എല്ലാം നമ്മൾ സഹിക്കും എന്ന് പറഞ്ഞു. ആദ്യമൊക്കെ സഹാബാക്കൾക്ക് വലിയ പ്രശ്നമായിരുന്നു. ഉമർ റളിയല്ലാഹു തആല അൻഹു ഒന്നും ഉൾക്കൊള്ളുന്നില്ല. ഉമർ റളിയല്ലാഹു അൻഹു നമ്മൾ ഹക്കിലല്ലേ നബി എന്ന് വരെ ചോദിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. എന്തായാലും നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്നുള്ള നിർദ്ദേശം ഇതായിരുന്നു. കാരണം ഇതിൻ്റെ പിറകിൽ ഇനിയൊരു വിജയമാണുള്ളത്. അപ്പോൾ ആ വിജയത്തിൻ്റെ ഭാഗമായിട്ട് അവിടെ വെച്ച് തന്നെ എല്ലാവരും തഹല്ലുലായി ഉംറ ചെയ്യാതെ മടങ്ങിപ്പോകുന്നു. അതിനുശേഷം നടന്ന സംഭവങ്ങൾ എന്താണെന്ന് വെച്ചാൽ, അതിൽ അബൂ ബസീർ എന്ന് പറയുന്ന ഒരു സഹാബി മുസ്ലിമായിട്ട് മദീനയിലേക്ക് പോകുന്നു. അപ്പോൾ മദീനയിൽ പോയപ്പോഴത്തേക്ക് നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ സന്ധിയിൽ പറഞ്ഞിരിക്കുന്ന കരാർ അനുസരിച്ച്, അതിൽ പറഞ്ഞ നിബന്ധന അനുസരിച്ച് അദ്ദേഹത്തെ മക്കയിലേക്ക് തിരിച്ചയക്കുകയാണ്. പക്ഷേ അദ്ദേഹം മക്കയിലേക്ക് തിരിച്ചു പോകുന്നില്ല. മക്കയിലേക്ക് തിരിച്ചു പോകാതെ മക്കക്കാരുടെ കച്ചവടക്കാരൊക്കെ പോകുന്ന ഒരു വഴിയുണ്ട്, ആ ഭാഗത്തേക്ക് അദ്ദേഹം അവിടെ പോയി താമസമാക്കുന്നു. ഇപ്പം ഇങ്ങനെ പോകുന്ന കുറേ മുസ്ലിമായി വരുന്നവർ, മക്കയിൽ നിന്ന് വീണ്ടും വീണ്ടും മുസ്ലിമായി വരുന്നവർ, അങ്ങനെ ഒരു ജമാഅത്ത് തന്നെ ഇവിടെ രൂപപ്പെടുന്നു ഈ സ്ഥലത്ത്. നബി തങ്ങൾ ആരും അവരെ മദീനയിൽ എടുക്കില്ല, അവർ നേരെ മക്കയിലും തിരിച്ചു പോകില്ല, അവരെല്ലാം ഈ സ്ഥലത്ത് പോയി തമ്പടിക്കുന്നു. മക്കക്കാർ യാത്ര ചെയ്തു പോകുന്ന സ്ഥലം, അവരുടെ കച്ചവട സംഘങ്ങളുമായിട്ട് പോകുന്ന സ്ഥലത്ത്. അത് കഴിഞ്ഞ് മക്കക്കാരെ ഉപദ്രവിക്കാൻ തുടങ്ങി. അവർക്ക് ശക്തമായ, അവർക്കെതിരെയുള്ള ആക്രമണം നടത്തുന്നു. മക്കക്കാർ ഇവരെ കൊണ്ട് പൊറുതിമുട്ടുന്നു. അവസാനം ഇവർ പോയിട്ട് നബി തങ്ങളടുത്ത് പറയണം, ആ കരാർ പിൻവലിക്കണം, മക്കയിൽ നിന്ന് വരുന്നവരെ നിങ്ങൾ എടുത്തോണം, മദീനയിലേക്ക് ഇനി മക്കയിലേക്ക് ഇനി തിരിച്ചയക്കരുത്, അവരെ മദീനയിൽ തന്നെ നിങ്ങൾ താമസിപ്പിക്കണം എന്ന് പറയുന്നു. നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ശരി എന്നാൽ അങ്ങനെ ആകട്ടെ എന്ന് പറഞ്ഞ് ആ സഹാബി അബൂ ബസീർ റളിയല്ലാഹു തആല അൻഹു കൂടെ ഉണ്ടായിരുന്ന ജമാഅത്തിനെ എന്ത് ചെയ്യുന്നു, തിരിച്ചു വിളിക്കുന്നു. അത് കഴിഞ്ഞ് 2 വർഷം പൂർത്തിയാകുന്നതിന് മുമ്പ് തന്നെ മുശ്രിക്കീങ്ങൾ ഈ കരാർ അവർ തന്നെ ഉടച്ചു കളയുന്ന സാഹചര്യമാണ് ഉണ്ടായത്.
അങ്ങനെ അവർ തന്നെ ആ കരാർ ഉടച്ചു കളയുന്നു. കരാറിൽ പറഞ്ഞ പല നിബന്ധനകളും ഇവരെന്ത് ചെയ്യുന്നു? ഉടയ്ക്കുന്നു. അവസാനം ഇവർ പുതുക്കാൻ വേണ്ടി വരുന്നുണ്ട്, അബൂ സുഫിയാനൊക്കെ. പക്ഷേ നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തയ്യാറല്ല. കരാർ നിങ്ങളാണ് വെച്ചത്, നിബന്ധനകളെല്ലാം നിങ്ങൾക്ക് അനുകൂലമായിരുന്നു, എന്നിട്ട് അതുപോലെ നിങ്ങൾക്ക് അനുകൂലമായിട്ട് പോലും നിങ്ങൾക്കതെന്ത് ചെയ്യാൻ പറ്റിയില്ല, സൂക്ഷിക്കാൻ പറ്റിയില്ല. അതുകൊണ്ട് നിങ്ങൾ യുദ്ധത്തിന് തയ്യാറായിക്കൊള്ളുക എന്ന് പറയുന്നു. 2 വർഷം കഴിഞ്ഞ് 6-നാണ് ഈ സുലഹ് ഹുദൈബിയ ഉണ്ടായത്. 8-ന് നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 10,000 വരുന്ന സഹാബാക്കളുമായിട്ട് നേരെ മക്കയിലേക്ക് പോകുന്നു. അപ്പോഴത്തേക്ക് മക്ക മുശ്രിക്കുകളുടെ ശക്തിയെല്ലാം ക്ഷയിച്ചിട്ടുണ്ടായിരുന്നു. അവരാരും നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഈ സൈന്യത്തിന് നേരെ നിൽക്കാൻ പോലും തയ്യാറായില്ല. അതുകൊണ്ട് അവിടെ ഒരു യുദ്ധവും നടന്നില്ല. പൂർണ്ണമായും മക്ക മുസ്ലിമീങ്ങളുടെ കയ്യിൽ വരികയും മക്ക ഫത്ഹാകുകയും ചെയ്തു. ഇതിൽ 7-ാമത്തെ വർഷം സഹാബാക്കൾ ഉംറത്തുൽ ഖള നിർവഹിക്കാൻ പോയിരുന്നു. ആ ഉംറ ചെയ്തിട്ട് 3 ദിവസം അവിടെ നിന്നിട്ട് തിരിച്ചു വന്നിരുന്നു. കാരണം ആ നിബന്ധനയിൽ പറഞ്ഞതനുസരിച്ച് തന്നെ 6-ന് ചെയ്യാൻ പറ്റാത്ത ഉംറ 7-ന് ചെയ്തിരുന്നു. പക്ഷേ 8-ന് സഹാബാക്കൾ പോയി മക്ക ഫത്ഹാക്കുകയാണ്. അങ്ങനെ മക്ക എന്ത് ചെയ്യുന്നു? മുസ്ലിമീങ്ങൾക്ക് ഫത്ഹാകുന്നു. ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട സംഭവങ്ങളാണ് ഈ പരിശുദ്ധമായ ഈ സൂറത്തുകളിൽ ഉടനീളം പല ഭാഗത്തുമുള്ളത്. അതിൽ തന്നെ സഹാബാക്കൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ ആ ത്യാഗവും ആ സമയത്ത് പോലും നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അനുസരിച്ച് അവരുടെ ആ മനസ്സും ഒക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല എടുത്ത് പറയുന്നുണ്ട്, അവരെ പ്രശംസിക്കുന്നുണ്ട് ഈ ഭാഗങ്ങളിലെല്ലാം. അതിനുശേഷം മുനാഫിക്കീങ്ങളുടെ വിഷയമാണ്. മുനാഫിക്കീങ്ങൾ മുസ്ലിമീങ്ങൾക്കെതിരെ പ്രവർത്തിച്ച ഓരോ കാര്യങ്ങളും, അതുപോലെ തന്നെ യുദ്ധത്തിൽ നിന്നും പിന്തിരിഞ്ഞ് അത് പോകാതെ ബാക്കിയുള്ളവരെയും കൂടെ എങ്ങനെയെങ്കിലും യുദ്ധത്തിൽ നിന്ന് പിന്തിരിപ്പിക്കുന്ന സാഹചര്യം. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട മുശ്രിക്കീങ്ങളുടെ കാര്യങ്ങൾ പറയുന്നു, മുനാഫിക്കീങ്ങളുടെ വിഷയം പറയുന്നു. അതിനുശേഷം സഹാബാക്കളെ സംബന്ധിച്ച് വർണ്ണിക്കുകയാണ്. നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബാക്കളും ഈ പറഞ്ഞ കാഫിരീങ്ങളോട് വളരെ തീവ്രതയുള്ള കർക്കശ സ്വഭാവക്കാരും, എന്നാൽ പരസ്പരം ഭയങ്കര കരുണയും സ്നേഹവുമുള്ളവരും, അള്ളാഹുവിന് ഇബാദത്ത് ചെയ്യുന്നവരും, അള്ളാഹുവിൽ നിന്ന് അവൻ്റെ ഔദാര്യം കാക്ഷിക്കുകയും ഒക്കെ ചെയ്യുന്നവരാണ്. അതുപോലെ തന്നെ അവരുടെ സുജൂദിൻ്റെ അടയാളം അവരുടെ മുഖത്ത് കാണാമുണ്ട്. അതിനുശേഷം തൗറാത്തിൽ അവരെക്കുറിച്ച് വർണ്ണിച്ചിരിക്കുന്നത് ഇങ്ങനെ തന്നെയാണ് എന്ന് അള്ളാഹു പറയുന്നു. അതുപോലെ തന്നെ ഇഞ്ചീലിൽ അവരെക്കുറിച്ച് വർണ്ണിച്ചിരിക്കുന്നത് മറ്റൊരു രീതിയിലാണ്, ഒരു കൃഷിയെപ്പോലെയാണ് എന്ന് പറഞ്ഞ് സഹാബാക്കൾ ഇങ്ങനെ വർണ്ണിക്കുകയാണ്. ഇവരെക്കുറിച്ച് തൗറാത്തിലുമുണ്ട് ഇഞ്ചീലിലുമുണ്ട് എന്ന് ഈ സൂറത്തിൻ്റെ അവസാനം പറയുകയാണ്. സൂറത്തുൽ ഹുജറാത്ത് 18 ആയത്തും 2 റുക്കുവുമാണ്. ചെറിയ സൂറത്താണ്. സൂറത്തിൽ പ്രധാനപ്പെട്ട 2 വിഷയമാണുള്ളത്. ഒന്ന്, നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായി മുസ്ലിമീങ്ങൾ എങ്ങനെയാണ് വർത്തിക്കേണ്ടത്, തങ്ങളെ ബഹുമാനിക്കുക, തങ്ങളുമായുള്ള പെരുമാറ്റം എങ്ങനെയായിരിക്കുക എന്നതുമായി ബന്ധപ്പെട്ട വിഷയം. 2, മുസ്ലിമീങ്ങളുടെ ഇടയിൽ ഐക്യമുണ്ടാകണമെങ്കിൽ അവർ സ്വീകരിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്. മുസ്ലിമീങ്ങളുടെ ഇടയിലുള്ള ഐക്യത്തിന് തുരങ്കം വെക്കുന്ന പ്രവർത്തികളൊന്നും തന്നെ അവരുടെ ഇടയിൽ ഉണ്ടാകാൻ പാടില്ല. അത് കൃത്യമായി ഓരോരോ കാര്യങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ സൂറത്തിൽ എന്ത് ചെയ്യുന്നു? വിവരിക്കുന്നുണ്ട്. അതിൻ്റെ പ്രശ്നങ്ങളും എന്ത് ചെയ്യുന്നുണ്ട്? വിവരിക്കുന്നുണ്ട്. സൂറത്തിൽ നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംബോധന ചെയ്യേണ്ട രീതി, തങ്ങളോട് സംസാരിക്കേണ്ട രീതി, ഉറക്കെ വിളിക്കുക. നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം, സാധാരണ നമ്മൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കൂട്ടുകാരികൾ തമ്മിൽ സംസാരിക്കുകയും ആൾക്കാരെ ഉറക്കെ വിളിക്കുന്നത് പോലെ ഒരിക്കലും നബി തങ്ങളെ വിളിക്കാൻ പാടില്ല. അപ്പോൾ അങ്ങനെ റൂമിൻ്റെ വെളിയിൽ നിന്ന് നബി തങ്ങളെ അകത്തുണ്ടോ എന്ന് വിളിക്കാൻ വേണ്ടി ഉറക്കെ വിളിക്കുക, റൂമിനകത്തുള്ള നബി തങ്ങളെ ഉറക്കെ വിളിക്കുക. അപ്പം ഹുജറത്ത് എന്ന് അറബിയിൽ പറഞ്ഞ റൂം എന്നാണ് അർത്ഥം. അപ്പോൾ അതിൽ നിന്നാണ് ഈ സൂറത്തിന് സൂറത്തുൽ ഹുജറാത്ത് എന്ന പേര് വന്നത്. നബി തങ്ങൾ അങ്ങനെ ഉറക്കെ വിളിക്കാൻ പാടില്ല എന്നുള്ളത്. അതുപോലെ തന്നെ ഏറ്റവും അടിസ്ഥാന ഒരു വിഷയമാണ്, മുസ്ലിമീങ്ങളുടെ ഇടയിൽ 2 ജമാഅത്തിൻ്റെ ഇടയിൽ അഭിപ്രായ ഭിന്നതയുണ്ടായാൽ 3ാമത്തെ കൂട്ടർ, അത് ബാക്കിയുള്ള മുസ്ലിമീങ്ങൾ എന്ത് തീരുമാനമാണ് ആ വിഷയത്തിൽ എടുക്കേണ്ടത്. അപ്പം ചാടിക്കയറി ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കണ്ണടച്ച് വിശ്വസിക്കാൻ പാടില്ല. അങ്ങനെ വിശ്വസിച്ച് എന്തെങ്കിലുമൊക്കെ നമ്മൾ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ ലാസ്റ്റ് നമ്മൾ ഈ ചെയ്ത കാര്യത്തിൻ്റെ പേരിൽ നമ്മൾ ലാസ്റ്റ് ഖേദിക്കേണ്ടി വരും. അപ്പോൾ ആ വിഷയവും കൃത്യമായി പറയുന്നുണ്ട്. മുസ്ലിമീങ്ങളുടെ ഇടയിൽ പൂർണ്ണമായിട്ടും നമ്മൾ നീതിയോടുകൂടെ പെരുമാറണം. അപ്പോൾ 2 പേരുടെ ഇടയിൽ പ്രശ്നമുണ്ടായാൽ അതെങ്ങനെ രമ്യതയിലാക്കാൻ പറ്റും എന്നാണ് അടുത്ത ജമാഅത്ത് എന്ത് ചെയ്യേണ്ടത്? ആലോചിക്കേണ്ടത്. അതുപോലെ തന്നെ മുസ്ലിമീങ്ങൾ പരസ്പരം സഹോദരങ്ങളാണ്. അപ്പോൾ സഹോദരങ്ങൾ എങ്ങനെയാണോ ജീവിക്കേണ്ടത് പരസ്പരം, അതുപോലെയാണ് മുസ്ലിമീങ്ങൾ എല്ലാവരും എന്ത് ചെയ്യേണ്ടത്? ജീവിക്കേണ്ടത്. അപ്പോൾ അതിനകത്ത് സമൂഹത്തിൽ സാമൂഹികമായി ചില മര്യാദകളുണ്ട്. അതിൽ ചിലരെ കളിയാക്കുന്ന സ്വഭാവം അതുണ്ടാകാൻ പാടില്ല. അത് പുരുഷനാകട്ടെ സ്ത്രീയാകട്ടെ. അതേപോലെ തന്നെ അവഹേളിക്കുന്നത്,
മോശമായ പേര് വിളിക്കുന്നത്, കുത്തുവാക്ക് പറയുന്നത്, ഇതെല്ലാം വളരെ മോശമാണ്. ഇതൊന്നും നമ്മൾ ചെയ്യാൻ പാടില്ല. അതുപോലെ തന്നെ മറ്റുള്ളവരെക്കുറിച്ച് തെറ്റായ ഭാവന വെച്ച്, കാരണം തെറ്റായ ഭാവന ഒരാളെക്കുറിച്ച് നമ്മൾ വെക്കുകയാണെങ്കിൽ പിന്നെ നമ്മൾ അത് വെച്ചുകൊണ്ട് തന്നെ എന്ത് ചെയ്യും, ഓരോന്നും വിലയിരുത്തും. അയാളുടെ പ്രവർത്തികളെല്ലാം അങ്ങനെയായിരിക്കും നമ്മൾ വിലയിരുത്തുന്നത്. അങ്ങനെ വിലയിരുത്തി കൃത്യമായി അയാൾ നമ്മുടെ ശത്രുവായി മാറും. പിന്നെ അയാളുടെ മുഖത്ത് നോക്കാൻ പോലും നമുക്ക് പറ്റില്ല. നമ്മളോട് ചെയ്ത ഒരു കാര്യത്തെ എങ്ങനെയെങ്കിലും ഒരു നല്ല ഭാവനയിൽ, അത് ഇന്ന കാരണത്തിൻ്റെ പേരിലായിരിക്കും അദ്ദേഹം എന്നോടത് ചെയ്തത്, അതിനൊരു 4 വശങ്ങളുണ്ടാവും നല്ലതുപോലെ ചിന്തിക്കാൻ. ഇന്ന കാരണത്തിൻ്റെ പേരിലായിരിക്കും അദ്ദേഹം എന്നോട് അങ്ങനെ ചെയ്തത്, ഇന്ന കാരണത്തിൻ്റെ പേരിൽ, ഒന്നുമില്ലെങ്കിലും അയാൾ മറന്നുപോയതായിരിക്കും. ആ രീതിയിൽ നമ്മൾ അതിനെ ന്യായീകരിക്കാൻ നമുക്കുണ്ടെങ്കിൽ പോലും നമ്മളത് ന്യായീകരിക്കാതെ അതിൻ്റെ നെഗറ്റീവ് വശം മാത്രം ചിന്തിക്കുന്ന ഒരു സ്വഭാവം, അതാണ് ഇന്ന ബാദുദ്ദന്നി ഇസ്മു. അങ്ങനെ ഉള്ള ആ നെഗറ്റീവ് വശം ചിന്തിക്കുന്ന നമ്മുടെ ആ ഭാവനയുണ്ടല്ലോ, അത് തന്നെ പാവമാണ്. അപ്പോൾ ആ പാവം വന്നു കഴിഞ്ഞാലുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ പിന്നെ അദ്ദേഹത്തിൻ്റെ പെരുമാറ്റം എല്ലാം നമ്മൾ ആ അർത്ഥത്തിലേക്ക് കാണും. അപ്പോൾ അതുകൊണ്ട് പാടില്ല. അതുപോലെ തന്നെ മറ്റുള്ളവരുടെ രഹസ്യങ്ങൾ ചാരപ്പണി നടത്തി അത് നമ്മൾ എന്ത് ചെയ്യുക, എടുക്കുക, ഇതൊന്നും ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ്. അതേപോലെ തന്നെ ഗീബത്ത്, ഒരാളുടെ കുറവ്. ഗീബത്ത് എന്ന് വെച്ചാൽ ഒരാളുടെ കുറവ് മറ്റൊരാളുടെ അടുക്കൽ പോയിട്ട് എന്ത് ചെയ്യുക, നമ്മൾ പറയുക. അയാൾ ചെയ്ത കാര്യങ്ങൾ തന്നെ, ചെയ്യാത്തതാണെങ്കിൽ അതിന് ബുഹ്താൻ എന്നാണ് പറയുന്നത്. അപ്പോൾ ചെയ്ത കാര്യങ്ങൾ തന്നെ അദ്ദേഹത്തിൻ്റെ കുറവുകളെ അയാളെ മറ്റേ ആളുടെ മുന്നിലൊന്ന് എന്ത് ചെയ്യണം, ഇകഴ്ത്തണം, ഒന്ന് താഴ്ത്തണം. അതിനുവേണ്ടി അദ്ദേഹത്തിൻ്റെ കുറവുകളൊക്കെ മറ്റൊരാളടുത്ത് പോയി പറയുക. ഇതെല്ലാം സമൂഹത്തിൽ വിള്ളലുണ്ടാകാനും ശത്രുതയുണ്ടാകാനും കാരണമാകുന്ന പ്രവൃത്തികളാണ്. അതുകൊണ്ട് ഇങ്ങനെയുള്ള പ്രവൃത്തികളെല്ലാം പാടെ ഉപേക്ഷിക്കുക എന്നുള്ളതാണ് ഈ സൂറത്തിൻ്റെ പ്രധാനപ്പെട്ട വിഷയം. അതുപോലെ തന്നെ അറാബുകളായ കുറേ സമുദായം, അവരെ സംബന്ധിച്ചിടത്തോളം നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ വന്ന് പരിശുദ്ധ ദീൻ സ്വീകരിച്ചുവെങ്കിലും ദീനിൻ്റെ കാര്യങ്ങളൊന്നും അവരുടെ ഹൃദയത്തിൽ അങ്ങോട്ട് ഉള്ളിലേക്കൊന്നും ഇറങ്ങിയിട്ടുണ്ടാവില്ല. അപ്പോൾ അവർ വന്ന് വലിയ ഞങ്ങൾ മുസ്ലിമാണ് എന്നൊക്കെ, മുഅ്മിനാണെന്നൊക്കെ പറയും. അപ്പോൾ അവരോട് പറയണം, നിങ്ങൾ മുസ്ലിമാണ് എന്ന് പറഞ്ഞു, പക്ഷേ മുഅ്മിനാണ് എന്ന് പറയരുത്. എന്നുവെച്ചാൽ ഈമാൻ എന്ന് പറയുന്നത് അത് നൂറാണ്. അത് നിങ്ങളുടെ ഹൃദയത്തിൽ ഇറങ്ങണമെങ്കിൽ നിങ്ങൾ ആ ജാഹിലിയത്ത് പൂർണ്ണമായിട്ടും ഒഴിവാക്കണം. അപ്പോൾ നിങ്ങളുടെ ആ അങ്ങനെയുള്ള മുനാഫിക്കീങ്ങളായ ഇതെല്ലാം ഒരു അമലി നിഫാഖാണ്. യഥാർത്ഥത്തിൽ ഇങ്ങനെ പൂർണ്ണമായും ദീനിലേക്ക് കടക്കാതെ ദീൻ്റെ കർമ്മങ്ങളൊന്നും ചെയ്യാതെ വരുന്ന ഒരു സാഹചര്യം. ബഹുമാനപ്പെട്ട ഷാ വലിയുല്ലാഹി ദഹ്ലവി റഹ്മത്തുള്ളാഹി തആല അലൈഹി നിഫാഖിനെ പലതായിട്ട് വിവരിക്കുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ കിതാബിൽ. അതിൽ ഈ കർമ്മം കൊണ്ട് മുനാഫിക്കാകുന്ന കുറേ ഗ്രൂപ്പുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഗ്രൂപ്പുകളിലാണ് ഇവരെയൊക്കെ പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ യഥാർത്ഥ മുഅ്മിനാകണം. പിന്നെ വേറൊരു കൂട്ടമുണ്ട്, ഞങ്ങളൊക്കെ മുസ്ലിം ആയില്ലേ എന്നൊക്കെ പറഞ്ഞ് നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുത്ത് വന്നിട്ട് എന്ത് ചെയ്യും, അവരെന്തോ നബി തങ്ങൾക്ക് ഉപകാരം ചെയ്തതായിട്ട് വന്ന് പറയുന്ന മോഡൽ. അപ്പോൾ അവർ പറയാം, നിങ്ങളൊരിക്കലും അങ്ങനെ നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അതിനകത്തൊന്നും കിട്ടാനൊന്നുമില്ല. അപ്പോൾ നിങ്ങളത് വലിയൊരു ഉപകാരമായിട്ട് നിങ്ങളെടുത്ത് പറയരുത്. കാരണം അത് നിങ്ങൾക്ക് കിട്ടിയ ഏറ്റവും വലിയ സൗഭാഗ്യമാണ് ഈമാൻ എന്നത്. ഈ രീതിയിൽ അവരെക്കുറിച്ച് ഉണർത്തുന്ന ഭാഗമാണ് ഈ സൂറത്തിൻ്റെ ലാസ്റ്റ് ഭാഗത്തുള്ളത്. സൂറത്തു ഖാഫ് തങ്ങളുടെ മക്ക ജീവിതത്തിൽ അവതരിച്ച സൂറത്താണ്. 45 ആയത്തുകളും 3 റുക്കുകളുമാണ് ഈ സൂറത്തിലുള്ളത്. സൂറത്തിൻ്റെ തുടക്കം തന്നെ ഖാഫ് എന്ന ഹർഫ് കൊണ്ടാണ് തുടങ്ങുന്നത്. നമ്മൾ നേരത്തെ സൂചിപ്പിച്ചു മുഖത്തായത്തിൻ്റെ ഹുറൂഫുകൾ, അതായത് മുറിച്ച് ഹർഫുകൾ വേറെ വേറെ ഓതുന്ന സൂറത്തുകൾ. ഈ സൂറത്തുകളുടെ തൊട്ട് ശേഷം ഇങ്ങനെയുള്ള ഹർഫുകൾ വന്നു കഴിഞ്ഞാൽ അടുത്ത ശേഷം ഖുർആനെക്കുറിച്ചാണ് പരാമർശം മിക്ക സൂറത്തുകളിലും. ഇവിടെയും പരിശുദ്ധ ഖുർആനെ കൊണ്ട് സത്യം ചെയ്യുകയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. അതിനുശേഷം ഈ സൂറത്തിൻ്റെ പ്രമേയം തന്നെ ഇസ്ലാമിൻ്റെ അടിസ്ഥാന വിശ്വാസങ്ങളാണ്. അപ്പോൾ അതിനെക്കുറിച്ചാണ് ഈ സൂറത്തിൽ കൂടുതലായിട്ട് പരാമർശിക്കുന്നത്. അത് നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജുമായ്ക്കും പെരുന്നാളിനുമൊക്കെ കൂടുതലായിട്ട് ഈ സൂറത്ത് ഓതിയിരുന്നു. ഈ സൂറത്തും അതുപോലെ തന്നെ 30ാമത്തെ ജുസുവിലുള്ള സബ്ബിഹിസ്മയും ഗാഷിയും. ഈ സൂറത്ത് ഖുർആനെ കൊണ്ട് സത്യം ചെയ്തതിന് ശേഷം പരാമർശിക്കുന്നത് നബിതങ്ങൾ അവരിൽ നിന്ന് തന്നെ ഒരു പ്രവാചകൻ വന്നതിൻ്റെ പേരിൽ അവർ അത്ഭുതപ്പെടുകയാണോ, അതായത് പ്രവാചകൻ വന്നത് അവരിൽ നിന്നാണ്, അപ്പോൾ അതിനകത്ത് എന്ത് അത്ഭുതമാണുള്ളത് എന്ന് ചോദിക്കുകയാണ്. ശേഷം പ്രപഞ്ചത്തിൻ്റെ അത്ഭുതങ്ങളെക്കുറിച്ചാണ്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, പല സൂറത്തുകളിലായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രപഞ്ചത്തിൻ്റെ സംവിധാനങ്ങളെ പരിചയപ്പെടുത്തുന്നു. ഇതെല്ലാം തന്നെ മക്കിയായ സൂറത്തുകളുമാണ്. ഓരോ സൂറത്തുകൾക്കും വ്യത്യസ്ത ശൈലിയിലാണ് അല്ലാഹു പറയുന്നത്. പറഞ്ഞ കാര്യം അതേ ആയത്ത് അങ്ങനെ തന്നെ പറയല്ല. ഒരു സ്ഥലത്ത് പറഞ്ഞതുപോലെ ആയിരിക്കില്ല അടുത്ത സ്ഥലത്ത്. അതുപോലെ തന്നെ ഒരു സ്ഥലത്ത് പറഞ്ഞ വിഷയമായിരിക്കില്ല അടുത്ത സ്ഥലത്ത്. ഈ രീതിയിൽ പല സൂറത്തുകളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രപഞ്ചത്തിൻ്റെ യാഥാർത്ഥ്യവും ഈ പ്രപഞ്ചത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സംവിധാനിച്ചിരിക്കുന്ന സംവിധാനങ്ങളെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല വിവരിക്കുന്നുണ്ട്.
അതിനുശേഷം മനുഷ്യനെ സംബന്ധിച്ച് അള്ളാഹു സുബ്ഹാനഹു വ തആല മനുഷ്യൻ്റെ എല്ലാ കാര്യങ്ങളും, അവൻ്റെ ഹൃദയത്തിലുള്ള വസ്വാസ്, അവൻ്റെ തോന്നലുകൾ, ഈ തോന്നലുകൾ പോലും അള്ളാഹു അറിയുന്നവനാണ്. പിന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല 2 മലക്കുകൾ, മനുഷ്യൻ്റെ അമലുകൾ എഴുതാൻ വേണ്ടി 2 മലക്കുകളെ നിശ്ചയിപ്പിച്ചിട്ടുണ്ട്, അവൻ്റെ ഇടതും വലതും. അവൻ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും അവർ എഴുതി വെക്കുന്നു. മരണം വരെയുള്ള മുഴുവൻ കാര്യങ്ങളും എഴുതി വെക്കുന്നു. അതിനുശേഷം അവരുടെ ഏടുകൾ അടയ്ക്കുന്നു. പിന്നെ ഹശറിൻ്റെ മൈതാനമാണ്, അവിടെ ഹിസാബാണ്. നമ്മൾ ചെയ്ത അമലുകൾക്ക് കണക്കുകൾ കൃത്യമായി അവിടെ നോക്കും. അതിനുശേഷം അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ നല്ല ദാസന്മാർക്ക് സ്വർഗവും അല്ലാത്തവർക്ക് നരകവും കിട്ടും. അതിനുശേഷം സജ്ജനങ്ങളായ ആൾക്കാർ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്നതും, അതുപോലെ തന്നെ ദുനിയാവിൽ അഹങ്കരിച്ച് നടന്നവർ നാളെ ആഖിറത്തിൽ നരകത്തിലേക്ക് പോകുന്നതുമായിട്ടുള്ള വിഷയമാണ്. അള്ളാഹുവിൻ്റെ തീരുമാനത്തിന് യാതൊരു വ്യത്യാസവുമില്ല. അതുപോലെ തന്നെ നരകത്തിൻ്റെ അന്നത്തെ ഭയാനകതയെക്കുറിച്ച് വിവരിക്കുകയാണ്. നരകത്തിലെ ആൾക്കാർ ഇങ്ങനെ ഇട്ടുകൊടുക്കും തോറും നരകം പറയും, ഇനിയുമുണ്ടോ എന്നിങ്ങനെ ചോദിക്കും. അപ്പോൾ അത് മുഫസ്സിരിങ്ങൾ പറയുന്നത് 2 രീതിയിൽ തന്നെ വിവരിക്കുന്നുണ്ട്. അതായത് എത്ര കിട്ടിയാലും മതി വരത്തില്ല, ആ അവസ്ഥയാണ് നരകത്തിനെന്നുള്ളത്. അപ്പം ഹൽ മിൻ മസീദ്, ഇനിയുമുണ്ടോ എന്ന് നരകം ചോദിക്കുന്ന ഒരു പ്രത്യേക സാഹചര്യം. എന്നാൽ മുത്തഖീങ്ങൾക്ക് സംബന്ധിച്ച് സ്വർഗം അവർക്ക് അടുപ്പിക്കപ്പെടും. ഇത് അള്ളാഹുവിനെ ഭയപ്പെടുന്നവർക്കാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരുക്കി വെച്ചിരിക്കുന്നത്. പിന്നെ അതിനുശേഷം അള്ളാഹു സുബ്ഹാനഹു വ തആല ഗുണപാഠം ഹൃദയമുള്ളവനും കേൾവിയുള്ളവനുമൊക്കെ കേൾവി കൊടുത്തവനെല്ലാം ഇതിൽ നിന്ന് എന്ത് ചെയ്യും? ഗുണപാഠം എടുക്കാൻ കഴിയും. പിന്നെ അള്ളാഹു വീണ്ടും ആകാശഭൂമികളെ സൃഷ്ടിച്ചതിനെക്കുറിച്ചും ഒക്കെ പറയുകയാണ്. ശേഷം കാഫിരീങ്ങൾ അതിനെ നിഷേധിച്ച് തള്ളുന്നു. നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറയുന്നു, താങ്കൾ താങ്കളുടെ കർത്തവ്യം നിർവഹിച്ചു കൊണ്ടേയിരിക്കുക, താങ്കൾ ഖുർആൻ കൊണ്ട് അവരെ ഉപദേശിച്ചു കൊണ്ടേയിരിക്കുക. വഈദുകൾ ഭയപ്പെടുന്നവർക്ക് അത് ഗുണം ചെയ്യുന്നതാണ്. താങ്കൾക്ക് യാതൊരു രീതിയിലും താങ്കളെ നിർബന്ധിക്കൂല കാഫിരീങ്ങൾ മുസ്ലിം ആകാൻ വേണ്ടി, അത് താങ്കളുടെ ജോലിയല്ല. താങ്കൾ എന്ത് ചെയ്യുക? ഉപദേശിച്ചു കൊണ്ടേയിരിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ഈ സൂറത്ത് അവസാനിക്കുകയാണ്. അടുത്തത് സൂറത്തു ദാരിയാത്താണ്. തങ്ങളുടെ മക്ക ജീവിതത്തിൽ തന്നെ അവതരിച്ച സൂറത്താണ്. 60 ആയത്തുകളും 3 റുക്കുകളുമാണ് ഈ സൂറത്തിലുള്ളത്. കാറ്റുകൾ, വ്യത്യസ്ത രൂപത്തിലുള്ള കാറ്റുകളെ അള്ളാഹു സത്യം ചെയ്ത് പറയുകയാണ്. 4 രൂപത്തിലുള്ള കാറ്റുകളെ സംബന്ധിച്ചാണ് പറയുന്നത്. അതിലൊരു കാറ്റാണ് ദാരിയാത്ത്. അതുകൊണ്ടാണ് ഈ സൂറത്തിന് ദാരിയാത്ത് എന്ന പേര് വന്നിരിക്കുന്നത്. അപ്പം തീർച്ചയായിട്ടും അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് വാഗ്ദാനം ചെയ്തിരിക്കുന്ന കാര്യങ്ങളെല്ലാം സത്യമാണെന്നും അന്ത്യനാൾ അത് വരിക തന്നെ ചെയ്യുമെന്ന് സത്യം ചെയ്ത് പറയുകയാണ്. അതിനുശേഷം ആകാശത്തെ സത്യം ചെയ്തുകൊണ്ട് പറയുന്നു. ജനങ്ങൾ, പ്രത്യേക കാഫിരീങ്ങൾ, അവരൊരു വിഷയത്തിൽ ഉറച്ചു നിൽക്കുന്നില്ല. ഇസ്ലാമിനെതിരെ നടത്തുന്ന ആരോപണങ്ങളിൽ പോലും അവർക്ക് യോജിപ്പില്ല. ഇന്ന് പറയുന്നതല്ല നാളെ പറയുന്നത്, അന്നത്തെ കാഫിർ പറയുന്നതല്ല ഇന്നത്തെ കാഫിർ പറയുന്നത്. ചുരുക്കത്തിൽ അവർ അഭിപ്രായ ഭിന്നതയിൽ ഇങ്ങനെ നടന്നുകൊണ്ടേയിരിക്കുകയാണ് എന്നാണ് അടുത്ത ആകാശം കൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല സത്യം ചെയ്തിട്ട് സൂചിപ്പിക്കുന്നത്. അതിനുശേഷം മുത്തഖീങ്ങളുടെ സ്വഭാവത്തെക്കുറിച്ച് അള്ളാഹു പറയുന്നു. മുമ്പും സൂറത്തുൽ മുഅ്മിനീനകത്തൊക്കെ വന്നതാണ് മുഅ്മിനീങ്ങളുടെ സ്വഭാവം പറഞ്ഞു വന്നത്. അത് തന്നെയാണ് ഇവിടെയും. വ്യത്യാസങ്ങളുണ്ട് ചെറിയ രീതിയിൽ. എന്തായാലും ആ കാര്യങ്ങൾ തന്നെ, നമസ്കാരവും അതുപോലെ തന്നെ അള്ളാഹുവിൻ്റെ അള്ളാഹു കൊടുത്ത സമ്പത്ത് ചെലവഴിക്കുന്നതും, അത് ചോദിച്ചു വരുന്നവർക്കും കൊടുക്കും. ഇനി ചോദിക്കാതെ അഭിമാനം ഉള്ള ആൾക്കാരുണ്ടാവും, ആരോടും ചോദിക്കൂല, പക്ഷെ അവരുടെ ആവശ്യക്കാരായിരിക്കും. അങ്ങനെയുള്ളവർക്കും എന്ത് ചെയ്യും? കൊടുക്കും. ആ രീതിയിൽ സമ്പത്തിൽ കൃത്യമായി അത് കറക്റ്റായിട്ട് വിനിയോഗിക്കുന്നവർ, അങ്ങനെ ഒരുപാട് ഗുണങ്ങൾ, മുത്തഖീങ്ങളുടെ ഗുണങ്ങൾ ശേഷം അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു വരികയാണ്. അതിനുശേഷം 3 തെളിവുകൾ അള്ളാഹുവിൻ്റെ മഹത്വത്തെക്കുറിച്ച് പറയുകയാണ്. ഒന്നാമത്തെ തെളിവ് ഭൂമിയാണ്. ഭൂമിയിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല സംവിധാനിച്ചിരിക്കുന്ന സംവിധാനങ്ങളെല്ലാം വഫിൽ അർളി ആയാത്തുൽ ലിൽ മൂഖിനീൻ, അതിൽ അള്ളാഹു എന്തെല്ലാം സംവിധാനം, നമുക്ക് ആവശ്യമുള്ള എന്തെല്ലാം, നമ്മൾ ഖനനം ചെയ്തെടുക്കുന്നത് മുതൽ എണ്ണ മുതൽ കൽക്കരി, എന്തൊക്കെ വേണം, ഇരുമ്പ്, സ്വർണം എന്ന് വേണ്ട എന്തെല്ലാം സംവിധാനങ്ങൾ ഇവിടെ ജീവിക്കാൻ, അതുപോലെ തന്നെ നമ്മൾ കൃഷി, എല്ലാ സംവിധാനങ്ങളും അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ഭൂമിയിൽ നമുക്ക് സംവിധാനിച്ചിരിക്കുന്നു. ഈ അള്ളാഹുവിൻ്റെ മഹത്വത്തിനും അവൻ്റെ ഖുദ്റത്തിൻ്റെയും പ്രധാനപ്പെട്ട ഒരു തെളിവ് നമ്മുടെ ഈ ഭൂമി തന്നെയാണ്. രണ്ടാമത്തെ തെളിവായിട്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത് വഫി അംഫുസിക്കും എന്നാണ്. നമ്മുടെ ശരീരം തന്നെ നിർത്താൻ മതി, നമ്മളെ തന്നെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും അള്ളാഹുവിൻ്റെ ഖുദ്റത്ത് എന്താണ് എന്ന്. അപ്പോൾ രണ്ടാമത് മനുഷ്യൻ തന്നെയാണ്. ഏതെല്ലാം രീതിയിലാണ് ഓരോരോ മനുഷ്യനെ അള്ളാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചിരിക്കുന്നത്. എത്ര കോടി ജനങ്ങളുണ്ട്, പക്ഷെ ഒരാൾക്ക് മറ്റൊരാളോട് സാമ്യമില്ല. സംസാരത്തിൽ വ്യത്യാസം, രൂപത്തിൽ വ്യത്യാസം, ഓരോരോ ഈ പറയപ്പെട്ട വിരലുകളുടെ ഫിംഗർ പ്രിൻറ്റിൽ പോലും വ്യത്യാസമുണ്ട്. ഈ രീതിയിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ഓരോരോ അവയവങ്ങളെയും വെവ്വേറെ രീതിയിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചിരിക്കുന്നു.
മൂന്നാമത് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഉപജീവനം കിട്ടുന്ന, റിസ്ക് കിട്ടുന്ന ആകാശത്തെക്കുറിച്ചാണ് അള്ളാഹു നമ്മളോട് പറയുന്നത്. ആകാശം എന്ന് പറഞ്ഞ മുമ്പ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ഭൂമിയുടെ മുകളിലുള്ള എല്ലാത്തിനും അറബിയിൽ ആകാശം എന്ന് പറയും. അപ്പോൾ ഭൂമിയുടെ മുകളിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിലും അവിടെ അള്ളാഹു സംവിധാനിച്ചിരിക്കുന്ന സംവിധാനങ്ങളെ നോക്കിയാൽ അള്ളാഹുവിൻ്റെ കുദ്റത്ത് നമുക്ക് തെളിയും. എന്തെല്ലാം ഗ്രഹങ്ങളുണ്ട്. അതുപോലെ തന്നെ അള്ളാഹു അവിടെ നിന്ന് നമുക്ക് മഴ വർഷിപ്പിക്കുന്നു. നമ്മുടെ ഉപജീവനം തന്നെ അതുമായി ബന്ധപ്പെട്ട് കിടക്കുകയാണ്. ഈ രീതിയിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ കുദ്റത്തിനെ തെളിയിക്കാൻ വേണ്ടി 3 കാര്യങ്ങൾ ഇവിടെ അവസാനമായിട്ട് പറയുന്നു. പിന്നെ അതിനുശേഷം അവസാന സമയത്ത് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് അതിഥികളായി വന്ന മലക്കുകളെക്കുറിച്ച്, അതായത് നമ്മൾ നേരത്തെ സൂചിപ്പിച്ചിട്ടുണ്ട് ലൂത്ത് നബിയുടെ സമുദായത്തെ നശിപ്പിക്കാൻ വേണ്ടി വന്നവർ, അവിടെ കൊണ്ട് പറഞ്ഞുകൊണ്ട് ഈ ജുസ് ഇവിടെ പൂർത്തിയാകുകയാണ്. വാഖിറു ദുആഇ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.